ജംബോ പട്ടിക പുറത്തിറങ്ങിയിട്ടും KPCC പുനഃസംഘടനയിൽ നേതാക്കൾക്ക് അതൃപ്തി. കെ മുരളീധരനും കെ സുധാകരനും പട്ടികയിൽ എതിർപ്പുണ്ട്. ചാണ്ടിയുമ്മനെ പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗത്തിന് അമർഷമുണ്ട്. പട്ടിക കൂടിയാലോചിച്ച് പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകിയതുമില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് തർക്കങ്ങൾ ഒഴിവാക്കാനാണ് KPCCയിൽ ജംബോ പട്ടിക തയ്യാറാക്കിയത്. പട്ടികയിൽ AI ഗ്രൂപ്പുകൾ തൃപ്തരെങ്കിലും കല്ലുകടി പൂർണ്ണമായി ഒഴിവാക്കാനായില്ല. കണ്ണൂരിൽ നിന്ന് പ്രാതിനിധ്യം ലഭിച്ചില്ലെന്നാണ് കെ സുധാകരന്റെ പരാതി. റിജിൽ മാക്കുറ്റിയെ നിർദ്ദേശിച്ചെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ ജില്ലയ്ക്ക് പുറത്തുള്ള കെ സുധാകരൻ അനുകൂലികൾ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. കെ മുരളീധരനും കടുത്ത അതൃപ്തിയിലാണ്. ഒരേ ഒരു പേര് പറഞ്ഞിട്ടും പരിഗണിച്ചില്ല. KM ഹാരിസിന്റെ പേരായിരുന്നു കെ മുരളീധരൻ മുന്നോട്ട് വച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന മരിയാപുരം ശ്രീകുമാറിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ചാണ്ടി ഉമ്മനെ പരിഗണിക്കാത്തതിനും ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ചാണ്ടി ഉമ്മൻ ഈസ് എ വെരി പ്രോമിസിംഗ് യങ്സ്റ്റർ, വെരി പ്രോമിസിംഗ് എനർജറ്റിക് ലീഡർ. പാർട്ടിയുടെ ഒരു കരുത്തുറ്റ നേതാവാണ് അദ്ദേഹം. പട്ടിക കൂടിയാലോചിച്ച് പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകിയില്ല. സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിൽ വിഷമമുണ്ടെന്നായിരുന്നു പ്രതികരണം. എനിക്ക് ആകെയുള്ളൊരു ചെറിയ വിഷമം അതിന് KPCCയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള. പുനഃസംഘടനയെ പരസ്യമായി എതിർത്ത് AICC വക്താവ് ഷമാ മുഹമ്മദ് രംഗത്തെത്തി. കഴിവ് മാനദണ്ഡമാണോ എന്നായിരുന്നു ഷമാ മുഹമ്മദിന്റെ ഫേസ്ബുക്കിലെ പരിഹാസം. അതേസമയം മതിയായ പ്രാതിനിധ്യം ലഭിച്ചു എന്നാണ് AI ഗ്രൂപ്പുകളുടെ വിലയിരുത്തൽ. പുതിയ രാഷ്ട്രീയകാര്യ സമിതിയിൽ 3 പേരെയും വൈസ് പ്രസിഡന്റുമാരിൽ 4 പേരെയും A ഗ്രൂപ്പിന് ലഭിച്ചു. ജനറൽ സെക്രട്ടറിമാരിലും A ഗ്രൂപ്പിന് ആധിപത്യമുണ്ട്. മുന്നോട്ട് വച്ചവരിൽ 19 പേരെ പരിഗണിച്ചു എന്ന സംതൃപ്തി രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. സലീം മാലിക്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.